സുഗമദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പകയൊടുങ്ങാതെ ത്യാഗരാജനും പ്രകാശ് മേനോനും ചേർന്ന് സിദ്ധാർത്ഥൻ്റെ ജീവൻ എടുക്കാൻ ഒരുങ്ങുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ഈ ഋഷിയാണെങ്കിൽ ത്യാഗരാജൻ വന്ന് ഋഷിയോട് സംസാരിച്ചതോടുകൂടി ഋഷിനെ ത്യാഗരാജൻ രക്ഷപ്പെടുത്തും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് നിൽക്കണത്. ഋഷി അറിയണില്ല ത്യാഗരാജനാണ് ഈ പ്രകാശ് മേനോൻ്റെ ബോസെന്ന്. അതുപോലെ തന്നെ നന്ദനാണെങ്കിൽ ഗുരുതരാവസ്ഥയിൽ തന്നെ കിടക്കാണ്. അന്നേരം നന്ദൻ പ്രകാശ് മേനോനോട് പറയുന്നുണ്ട്, എന്നെ ഒന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിട്, ഞാനിപ്പോൾ മരിക്കും, എനിക്ക് എൻ്റെ അമ്മയും ദേവിയെയും കണ്ടിട്ട് വേണം മരിക്കാൻ. ഞാൻ അവിടെ ചെന്ന് എന്നെ തട്ടിക്കൊണ്ട് വന്നത് നീയാണെന്നൊന്നും പറയില്ല, ദയവ് ചെയ്ത് എന്നെ ഒന്ന് വിട്ടയക്കാൻ പറയുമ്പോൾ പ്രകാശ് മേനോൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ വെറുതെ അങ്ങോട്ട് വിട്ടയക്കാനൊന്നുമല്ല ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ ജയിലിൽ കിടന്ന് ഇത്രയും നാളും എൻ്റെ ജീവിതം പാഴാക്കി, അതിന് നീയും ശിക്ഷ അനുഭവിക്കണം, നിൻ്റെ വീട്ടുകാരും അനുഭവിക്കണം. അതിന് നിങ്ങളെ എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം നിന്നെയും ആ ഋഷീനെയും ഞാനിങ്ങോട്ട് കടത്തിക്കൊണ്ട് വന്നേക്കണേ. ഋഷീനെ കൊടുന്നതിന് എനിക്ക് വേറൊരു ലക്ഷ്യം കൂടി ഉണ്ട്. അവൻ്റെ അമ്മയാണെങ്കിൽ വലിയ കോടീശ്വരിയ, അവരുടെ കയ്യിൽ നിന്ന് കുറേ പണം വാങ്ങിയെടുക്കാനാന്ന് പറയുമ്പം ഈ നന്ദൻ പറയുന്നുണ്ട്, നിനക്ക് ഇങ്ങനെ പണം വാങ്ങിയിട്ട് എന്ത് കിട്ടാനാ പ്രകാശേ, നീ ഇപ്പോൾ ജയിലിലേക്കല്ലേ പോണത്, ജയിലിൽ നിന്ന് ഇറങ്ങിയാലും നിനക്കൊരു ജീവിതം ഉണ്ടാവില്ല, പിന്നെ എന്തിനാ നീ ഞങ്ങളുടെ ജീവിതം തകർക്കുന്നത്, എന്നെ ദയവ് ചെയ്തൊന്ന് വിട്ടയക്കെന്ന് പറഞ്ഞതും ഈ പ്രകാശ് മേനോൻ പറയുന്നുണ്ട്, അതൊരിക്കലും നടക്കാത്ത കാര്യമാണ്, മിക്കവാറും നിൻ്റെ അവസാനം ഇവിടെ കിടന്ന് തന്നെയായിരിക്കും, നിനക്ക് നിൻ്റെ കുടുംബത്തേക്ക് ഇനി ഒരിക്കലും പോകാൻ പറ്റില്ല എന്ന്. അത് കേട്ടതും നന്ദനാണെങ്കിൽ ഇങ്ങനെ സങ്കടത്തോടുകൂടി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയും ശാരികേനെയാണ്. ശാരിക ദേവികയോട് പറയുന്നുണ്ട്, ചേച്ചി നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നും അല്ല കാര്യങ്ങൾ സംഭവിക്കണേ, ഇപ്പം തന്നെ ഋഷീനെ കാണാനില്ലാത്തതിൻ്റെ പിന്നിൽ ചേച്ചിയാണെന്നും പറഞ്ഞല്ലേ ഋഷിയുടെ കൂട്ടുകാർ ചേച്ചീനെയും സിദ്ധാർത്ഥനങ്ങളിനെയും റോട്ടിൽ തടഞ്ഞു നിർത്തിയത്. ഇനി അത് രൂക്ഷമാവും ചേച്ചി, അവർ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചേച്ചി പെടൂലെന്ന് ചോദിക്കുമ്പം, ഇല്ല ശാരി, എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, സ്വന്തം മകൻ വീട്ടിൽ ജീവനോടെ അവിടെ ഇരിക്കുമ്പോൾ മകൻ മരിച്ചു പോയെന്നും പറഞ്ഞ് ആ അരുന്ധതി മേഡം വീട്ടിൽ വന്ന് എത്ര പ്രാവശ്യം ഷോ നടത്തി. അന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചത് അവരുടെ മകൻ മരിച്ച സങ്കടം തീർക്കണമെന്നാണ്. പിന്നീടല്ലേ മനസ്സിലായത് അവരുടെ മകൻ ജീവനോടെ വീട്ടിലുള്ളപ്പോഴാണ് മകനെ നന്ദൻ കൊന്നെന്നും പറഞ്ഞ് അവർ ആ മാതിരി ഞങ്ങളിട്ട് കഷ്ടപ്പെടുത്തിയത്. അതിനൊരു തിരിച്ചടി അവർക്ക് കൊടുക്കണ്ടേ. എന്തായാലും അവർ കേസ് കൊടുത്തു എന്ന് വിചാരിച്ച് നമുക്ക് പ്രശ്നമൊന്നുമില്ല, കേസ് കൊടുക്കട്ടെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അന്നേരം ശാരിക പറയുന്നുണ്ട്, നന്ദേട്ടനെ കാണാതെ ഇതിന് പിന്നിൽ ആ അരുന്ധതിമേടോ ഇസബല്ലോ കെവിനോ ഒന്നും അല്ല ചേച്ചി, വേറെ ആരോ ആണ്, അത് നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ നന്ദേട്ടൻ്റെ ജീവന ആപത്തല്ലേ എന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, വസുന്ധര മേഡം എത്രയും പെട്ടെന്ന് നന്ദുവിനെ കണ്ടുപിടിക്കും, ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. മേഡം അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ആ DYSP കുരുവിളേനെ വിളിച്ച് മേഡം കുറേ ശകാരിച്ചു എന്നാണ് പറഞ്ഞ്, കുരുവിളയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അടി തന്നെ കിട്ടിയേക്കണം. അതുമാത്രമല്ല ഇസബല്ലേനെ അയാൾ എങ്ങോട്ടോ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും ഒറ്റപ്പെട്ടത് കെവിൻ മാത്രമാണ്, കെവിനായിരിക്കും ഇനി എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. എന്തായാലും നന്ദു തിരിച്ചു വന്നിട്ട് വേണം എനിക്ക് അവനെ ഒന്ന് കാണാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതിയാണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷനിലിരിക്കുമ്പോഴാണ് നമ്മളുടെ ത്യാഗരാജൻ അരുന്ധതിയുടെ അടുത്തേക്ക് വന്നത്. ത്യാഗരാജനെ കണ്ടതും അരുന്ധതി ചോദിക്കുന്നുണ്ട്, ത്യാഗരാജൻ എവിടെയായിരുന്നു ഇത്രയും ദിവസം, ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചല്ലോ, ത്യാഗരാജനെ കുറിച്ച് ഒരു വിവരം ഉണ്ടായില്ലല്ലോ എന്ന് പറയുമ്പം, അത് മേഡം ഞാൻ കുറേ നാളായിട്ട് ബോംബെയിലായിരുന്നു, എന്നിട്ട് നീ ഇവിടെ എത്തിയിട്ട് എന്നെ ഒന്ന് വിളിച്ച പോലും ഇല്ലല്ലോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പം, ഉവ്വ മേഡം അതറിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നേ, പിന്നെ ഞാൻ വന്നത് മേഡത്തോട് ഒരു പ്രത്യേക കാര്യം പറയാനാ, എന്താ ത്യാഗരാജാന്ന് ചോദിച്ചതും ഋഷിയുടെ കാര്യമാണെന്ന് പറയുന്നു. അന്നേരം അരുന്ധതി ചോദിക്കുന്നുണ്ട്, ഋഷിയുടെ കാര്യമോ, ഋഷിയുടെ എന്ത് കാര്യം ത്യാഗരാജന് പറയാനുള്ളതെന്ന് ചോദിച്ചതും, ഋഷിയെ കാണാനില്ല എന്നുള്ളതൊക്കെ എനിക്കറിയാം, എന്തായാലും മേഡം അത് ഇതുവരെ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുമില്ല, ഇപ്പം ഋഷി എവിടെ ഉള്ളതെന്നും എനിക്കറിയാം. ഇത് അരുന്ധതി ചോദിക്കുന്നുണ്ട്, ത്യാഗരാജൻ എങ്ങനെയാണ് അത് അറിഞ്ഞതെന്ന് ചോദിച്ചതും, അതൊക്കെ എനിക്കറിയാം മേഡം. അന്നേരം ഈ അരുന്ധതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ദേവികയുടെ കസ്റ്റഡിയിലെ ഋഷി എന്നുള്ള സത്യം എനിക്കും CPക്കും അറിയാവുള്ളൂ, പിന്നെ അതെങ്ങനെ ത്യാഗരാജൻ അറിഞ്ഞു, എന്തായാലും സത്യം എന്താണെന്ന് ത്യാഗരാജനോട് എന്നെ ചോദിക്കാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് അരുന്ധതി ചോദിക്കുന്നുണ്ട്, ആരുടെ കയ്യിലാന്ന് ചോദിക്കുമ്പം, അതൊരു പ്രകാശ് മേനോൻ്റെ കയ്യിലാണ് ഋഷി ഇപ്പോൾ ഉള്ളത്. പ്രകാശ് മേനോനോ, അതാരാന്ന് ചോദിച്ചതും, പണ്ട് മീര കൊലക്കേസിൽ ജയിലിൽ പോയ ഒരു പ്രകാശ് മേനോനില്ലേ, അവനിപ്പോൾ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്, അവൻ്റെ കസ്റ്റഡിയിലാണ് ഋഷി ഉള്ളത്. അത് കേട്ടതും അരുന്ധതിക്കാണ് ഈ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അരുന്ധതി ചോദിക്കുന്നുണ്ട്, ത്യാഗരാജൻ എന്നെ കളിയാക്കാൻ ഇറങ്ങിയതാണോ, ഋഷി പ്രകാശ് മേനോൻ്റെ കസ്റ്റഡിയിൽ വന്നെ എങ്ങനെയാണ്, ഋഷി എവിടെയാണെന്നൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞതും ഈ ത്യാഗരാജൻ പറയുന്നുണ്ട്, മേഡം എന്തൊക്കെയാണ് മേഡം ഈ പറയണേ, ഞാൻ സത്യം പറഞ്ഞത്, പ്രകാശ് മേനോൻ്റെ കസ്റ്റഡിയിലുള്ള ഋഷിയെ ഞാൻ കണ്ടിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞതും അരുന്ധതി ചോദിക്കുന്നുണ്ട്, അതിന് നിൻ്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചതും ഈ ത്യാഗരാജനാണെങ്കിൽ പ്രകാശ് മേനോനും ഋഷിയൊക്കെ നിൽക്കുന്നതായിട്ടുള്ള ആ ഒരു വീഡിയോ ഈ അരുന്ധതിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ടതും അരുന്ധതിക്കാണെങ്കിൽ ആകെ സംശയമാവുന്നുണ്ട്. അപ്പോൾ ദേവിക പറഞ്ഞത് ഋഷി ദേവികയുടെ കസ്റ്റഡിയിലുണ്ട്, നന്ദനെ തിരികെ കൊടുത്താൽ ഋഷിയെ തിരികെ തരാമെന്നാലോ, ഇതിപ്പോൾ ത്യാഗരാജൻ പറയണു പ്രകാശ് മേനോൻ്റെ കസ്റ്റഡിയിലാണ്, ഇതിലൊന്നും വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ, ഇതിലേതാ സത്യം, ദേവിക എന്നെ കളിപ്പിക്കണയാണോ അതോ ഈ ത്യാഗരാജൻ കളിപ്പിക്കണയാണോ, ദേവിക ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ചിട്ട്
അരുന്ധതി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോവാം, അടുത്ത നിമിഷം പ്രകാശ് മേനോനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞതു. ത്യാഗരാജൻ പറയുന്നുണ്ട്, വേണ്ട മേഡം, അങ്ങനെയൊന്നും ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ നമ്മളുടെ ഋഷിമോനെ പ്രകാശ് മേനോൻ കൊന്നു കളയും, അവനക്ക് പണം ആവശ്യം, അത് കൊടുത്തു കഴിഞ്ഞാൽ അവനെ വിടാമെന്നാണ് പറഞ്ഞേക്കണേന്ന്. അന്നേരം അരുന്ധതി പറയുന്നുണ്ട്, ത്യാഗരാജൻ എന്തൊക്കെയായി പറയണേ? അങ്ങനെ പ്രകാശ് മേനോൻ്റെ കസ്റ്റഡിയിൽ ഋഷിയെ കണ്ടിട്ട് താൻ അവനെ അവിടെ ഉപേക്ഷിച്ച് പോന്നോ, എന്തുകൊണ്ടാണ് രക്ഷിച്ചു കൊണ്ടുവരാത്തതെന്ന് ചോദിക്കുമ്പം, അത് മേഡം അവിടെ കുറേ ഗുണ്ടകളുടെ നടുവിലാണ് ഋഷി ഉള്ളത്, അത് മാത്രമല്ല അവൻ താമസിക്കുന്ന സ്ഥലം ഏതാണെന്നൊന്നും എനിക്ക് അറിയില്ല, ആ ഗുണ്ടകൾ എന്നെ കണ്ണ് കെട്ടി കൊണ്ടുപോയി അവിടെ കാണിച്ചു തന്നതാണ്, എന്തിനാ ത്യാഗരാജനെ കൊണ്ടുപോയി കാണിച്ചു തന്നതെന്ന് ചോദിച്ചതും, അത് വേറെ ഒന്നിനല്ല മേഡം, മേഡത്തിൽ നിന്നും പൈസ വാങ്ങി കൊണ്ടുപോയി കൊടുക്കണമെന്നും പറഞ്ഞാൽ അവരിപ്പോൾ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കണം. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, എന്തായാലും ത്യാഗരാജൻ പറയണതൊന്നും ഞാനങ്ങനെ വിശ്വസിച്ചിട്ടില്ല, എനിക്കൊന്ന് ആലോചിക്കണമെന്നും പറഞ്ഞ് ത്യാഗരാജനെ പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് ഫോണെടുത്ത് ദേവികയെ വിളിക്കുന്നുണ്ട്. ദേവിക ഫോൺ എടുത്തതും എന്താ മേഡം എന്ന് ചോദിക്കുമ്പം, ദേവിക എന്നോട് സത്യം പറയണം, ഋഷി നിങ്ങളുടെ കസ്റ്റഡിയിലാണോ അതോ ആ പ്രകാശ് മേനോൻ്റെ കസ്റ്റഡിയിലാണോ എന്ന് ചോദിക്കണം. അന്നേരം ഈ ദേവിക പറയുന്നുണ്ട്, മേഡം എന്താ ഇപ്പം ഇങ്ങനെ ചോദിക്കണേ, ഞാൻ പറഞ്ഞില്ലേ നന്ദുവിനെ തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഋഷിയെ തിരിച്ചയക്കുന്നു, പിന്നെ എന്താ മേഡത്തിന് ഇത്ര സംശയം എന്ന് ചോദിക്കുമ്പം, അതല്ല ഇപ്പോൾ ത്യാഗരാജൻ വന്നിട്ടുണ്ടായിരുന്നു, ഋഷി പ്രകാശ് മേനോൻ്റെ കസ്റ്റഡിയിലുണ്ട്, പണം കൊടുത്താൽ തിരിച്ചയക്കാമെന്നാണ് പറഞ്ഞേക്കണേന്ന്. അത് കേട്ടതും ദേവികയാണെങ്കിൽ നല്ലോണം ഞെട്ടിപ്പോകുന്നുണ്ട്. എന്നിട്ട് ദേവിക പറയുന്നുണ്ട്, അത് ആരാ പറഞ്ഞ മേഡം എന്ന് ചോദിക്കുമ്പം, വേറെ ആരുമില്ല ത്യാഗരാജനാണ് പറഞ്ഞത്, പണം ത്യാഗരാജൻ്റെ കൊടുത്തു വിടാനും പറഞ്ഞു, എന്തായാലും ദേവികയുമായിട്ട് ആലോചിച്ചിട്ട് അതിനെക്കുറിച്ച് തീരുമാനിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ത്യാഗരാജനെ മടക്കി അയച്ചു എന്ന്. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, എന്തായാലും ഞാനിപ്പോൾ തിരക്കില്ല മേഡം, കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. ഇത് ദേവിക നമ്മളുടെ ജഡ്ജി ഹരികൃഷ്ണനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പം ഹരികൃഷ്ണൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ത്യാഗരാജൻ പറഞ്ഞത് സത്യമായിരിക്കും ദേവിക, ഋഷി നമ്മുടെ കസ്റ്റഡിയിൽ ഇല്ല എന്നുള്ളത് നമുക്കറിയാലോ, ഇനിയിപ്പോൾ ആ പ്രകാശ് മേനോൻ തന്നെയായിരിക്കും ഋഷിയെ തട്ടിക്കൊണ്ട് പോയേക്കണേ, അങ്ങനെയാണെങ്കിൽ നന്ദുവും അയാളുടെ കസ്റ്റഡിയിൽ ഉണ്ടാവില്ല ഞങ്ങളെന്ന് ചോദിക്കുമ്പം അതിന് സാധ്യതയുണ്ട്, അവൻ മനഃപൂർവ്വമാണ് നമ്മളുടെയൊക്കെ അടുത്ത് വന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, എന്തായാലും ഋഷി അവൻ്റെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ അവിടെ തന്നെ നന്ദനും ഉണ്ടാകും. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഞാൻ വസുന്ധര മേഡത്തെ വിളിച്ച് എത്രയും പെട്ടെന്ന് പ്രകാശ് മേനോൻ്റെ നീക്കങ്ങളൊക്കെ നോക്കാൻ പറയാമെന്ന്. അങ്ങനെ ദേവിക ഫോണെടുത്ത് വസുന്ധരേനെ വിളിക്കുന്നുണ്ട്. വസുന്ധര ഫോൺ എടുത്തതും, ആ MLA ആണോ, പറ MLA എന്ന് പറഞ്ഞതും, മേഡം എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്, ഋഷി എന്ന് പറയുന്ന ആ പയ്യൻ ആ പ്രകാശ് മേനോൻ്റെ കസ്റ്റഡിയിലുണ്ടെന്നാണ് പറഞ്ഞത്, അപ്പോൾ എന്തായാലും നന്ദുവും അയാളുടെ കസ്റ്റഡിയിൽ തന്നെ കാണുമായിരിക്കും, മേഡം ആ വഴിക്കൊന്ന് അന്വേഷിക്കാമെന്ന് ചോദിക്കുമ്പോൾ ഈ വസുന്ധര പ്രകാശ് മേനോൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ദേവിക പറയുന്നുണ്ട്, പ്രകാശ് മേനോൻ പരോളിൽ വന്നിട്ട് കുറച്ച് ദിവസമായി, ഒരിക്കൽ വീട്ടിൽ വന്നിരുന്നു, അതുപോലെ ഗിരീഷേട്ടൻ്റെ വീട്ടിലും ചെന്നിട്ടുണ്ടായിരുന്നു, അയാൾ വരുമ്പോഴൊക്കെ നന്ദുവിനെ കടത്തിക്കൊണ്ട് പോയേക്കണത് അരുന്ധതിയാണെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അയാൾക്ക് എന്താ ഉറപ്പെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല മേഡം, എന്തായാലും അമ്മയൊക്കെ അത് വിശ്വസിച്ചിരിക്കുക, ഇപ്പോഴാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റിയത്, അരുന്ധതി മേഡത്തിൻ്റെ അടുത്ത് ചെന്ന് ത്യാഗരാജൻ പറഞ്ഞിട്ടുണ്ട് ഋഷിയെ തട്ടിക്കൊണ്ടുപോയത് പ്രകാശ് മേനോനാണ്, മിക്കവാറും നന്ദും അവിടെ തന്നെ ഉണ്ടാവും, മേഡം എത്രയും പെട്ടെന്ന് ആ ഋഷിയെ നന്ദനെയും കണ്ടുപിടിക്കണമെന്ന്. അന്നേരം വസുന്ധര പറയുന്നുണ്ട്, എന്തായാലും ഇത്രയും വിവരങ്ങൾ കിട്ടിയ സ്ഥിതിക്ക് ഞാൻ അധികം വൈകാതെ തന്നെ നന്ദനെയും കൂടെ ആ ഋഷിയെയും കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനും പ്രഭാവതി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, വസുന്ധര വന്നിട്ടും അന്വേഷണത്തിന് ഒരു പുരോഗതി ഇല്ലല്ലോ സിദ്ധു എന്ന് പറയുമ്പോൾ, അത് തന്നോട് ആരാ പറഞ്ഞേ, വസുന്ധരമ്മയുടെ അന്വേഷണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അവരെല്ലാ വശവും നോക്കിയിട്ടേ ഒരു തീരുമാനത്തിലെത്തുള്ളൂ, എന്തായാലും അവർക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മളുടെ എല്ലാ നീക്കങ്ങളും മനസ്സിലായില്ലേ, അവരുടെ കഴിവ് അതാണ്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, കഴിവുണ്ടായിട്ട് എന്താ സിദ്ധു കാര്യം, ഇതുവരെ നമുക്ക് നമ്മളുടെ മോനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ, അവൻ എവിടെയുണ്ടെന്നുള്ളൊരു സൂചന പോലും ഇതുവരെ കിട്ടിയിട്ടില്ല, ഇനിയിപ്പോൾ ആ പ്രകാശ് മേനോൻ പറയും പോലെ അരുന്ധതി തന്നെയായിരിക്കും നന്ദുവിനെ തട്ടിക്കൊണ്ട് പോയേക്കണേ, ഇനിയിപ്പോൾ അവൾ നന്ദുവിനെ അപായപ്പെടുത്തി കാണുമെന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതിനൊന്നും സാധ്യതയില്ല, എന്തായാലും ആ ഇസബെല്ല ഇവിടുന്ന് പോയി എന്നാണ് കേട്ടെ, ഇപ്പോൾ ഇവിടെ കെബിൻ മാത്രമേ ഉള്ളൂ, അതുമാത്രമല്ല DYSP കുരുവിള അവധി പ്രവേശിക്കുകയും ചെയ്തു, ഇനിയിപ്പോൾ അന്വേഷണത്തിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല, എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടെത്തും, താൻ സമാധാനമായിട്ട് പോയി കിടന്നുവെന്നും പറഞ്ഞ് പ്രഭാവതിയെ കിടക്കാനായിട്ട് പറഞ്ഞു വിടുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രകാശ് മേനോനെയും ത്യാഗരാജനെയാണ്. ത്യാഗരാജൻ പ്രകാശിനോട് പറയുന്നുണ്ട്, ഞാൻ അരുന്ധതി മേഡത്തെ കണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ഞാൻ പറഞ്ഞതൊന്നും വിശ്വാസമായിട്ടില്ല, അവർ ഋഷി വേറെ എവിടെയോ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പിലാണ് നിൽക്കണേന്ന്. അന്നേരം ഈ പ്രകാശ് മേനോൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഋഷി ദേവികയുടെ കസ്റ്റഡിയിലാണെന്ന് വിചാരിച്ചാണോ അവരിയ്ക്കണേന്ന് ചോദിക്കുമ്പം അതൊന്നും അറിയില്ല, ഞാൻ പറഞ്ഞത് അവർ വിശ്വസിച്ചിട്ടൊന്നുമില്ല, എന്തായാലും ആലോചിച്ചിട്ട് പറയാമെന്നും പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ സാറിൻ്റെ പ്ലാൻ എന്ന് ചോദിക്കുമ്പം അതൊക്കെയുണ്ട്, എന്തായാലും നിനക്ക് ചന്ദ്രോത്തുകാരോട് വിരോധമില്ലേ, ആ സിദ്ധാർത്ഥനെ തീർത്തിട്ട് നീ പോയാൽ മതി ജയിലിലേക്ക്,
എന്തായാലും നീ ഇപ്പോൾ ശിക്ഷ അനുഭവിക്കുക. ഒരു കൊലപാതകം ചെയ്താലും 2 കൊലപാതകം ചെയ്താലും ശിക്ഷയൊക്കെ ഒന്ന് തന്നെയായിരിക്കും. അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ അവനെ തീർത്തിട്ട് പോയിക്കോ. അതെൻ്റെ വലിയൊരു ആഗ്രഹമാണ്. ആ സമയത്ത് പ്രകാശ് മേനോൻ പറയുന്നുണ്ട്, ഞാൻ പരോളിൽ ഇറങ്ങിയത് തന്നെ അങ്ങനെ ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ്. ചന്ദ്രോത്ത് പോയി എല്ലാവരെയും തീർത്ത് കളയണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ജീവിതം ജയിലഴിക്കുള്ളിലാക്കിയത് അവരൊറ്റ ഒരുത്തരാ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ സിദ്ധാർത്ഥിനുള്ള പണി കൊടുക്കണമെന്ന്. എന്നാൽ ഞാൻ അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാമെന്നും പറഞ്ഞ് ത്യാഗരാജൻ ആരെയൊക്കെയോ വിളിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ ഋഷിയാണെങ്കിൽ ത്യാഗരാജൻ വീട്ടിൽ നിന്ന് പണമായിട്ട് ഇപ്പോൾ വരുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. ആ സമയത്ത് പ്രകാശ് മേനോൻ വന്നിട്ട് ഋഷിയോട് പറയുന്നുണ്ട്, നിൻ്റെ അമ്മയോട് ത്യാഗരാജൻ സംസാരിച്ചു, പക്ഷേ അമ്മ വിശ്വസിച്ചിട്ടില്ല. നീ വേറെ എവിടെയോ സുരക്ഷിതനായിട്ടുണ്ടെന്നാണ് നിൻ്റെ അമ്മ പറയണേന്ന് പറഞ്ഞതും ഋഷി പറയുന്നുണ്ട്, എന്നാൽ ചേട്ടനൊരു പണി ചെയ്യുക, അമ്മയ്ക്ക് വിളിച്ചിട്ട് ഫോൺ എൻ്റെ ഇത്താ, ഞാൻ കാര്യങ്ങളൊക്കെ അമ്മയോട് പറയാമെന്ന് പറയുമ്പം അതൊന്നും വേണ്ടടാ, അതൊക്കെ അപകടമാവും. നീ ഇനി അമ്മയ്ക്ക് വിളിച്ച് സംസാരിച്ച് കഴിയുമ്പോൾ നിൻ്റെ അമ്മ പോലീസുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ എനിക്ക് പണിയാവും. അതുകൊണ്ട് അതൊന്നും വേണ്ട, ത്യാഗരാജൻ ചേട്ടൻ തന്നെ നേരിട്ട് സംസാരിച്ചോളൂന്ന്. പിന്നീട് ത്യാഗരാജൻ വിളിച്ചതനുസരിച്ച് കുറേ ഗുണ്ടകൾ വരുന്നുണ്ട്. ആ ഗുണ്ടകളുടെ കൂടെ പ്രകാശ് മേനോനും കൂടി ജീപ്പിൽ കയറി സിദ്ധാർത്ഥൻ്റെ വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ് പോണ സമയത്ത് ത്യാഗരാജൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ചന്ദ്രോത്തുകാരുടെ പതനം ആഗ്രഹിച്ചാൽ ഞാൻ ഇത്രയും നാൾ നടന്നത്, ഇന്നത്തോടുകൂടി അത് പൂർത്തിയാവുമെന്ന് ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ ഇങ്ങനെ ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ കോളിംഗ് ബെൽ അടിക്കണ ഒച്ച കേട്ടിട്ട് സിദ്ധാർത്ഥൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ നേരത്തെ ആരായിരിക്കും വന്നേക്കണേന്ന്. അങ്ങനെ സിദ്ധാർത്ഥൻ ചെന്ന് ഡോറ് തുറന്നതും പുറത്ത് മുഖംമൂടി ഇട്ട 3-4 പേര് നിൽക്കണം കാണുന്നുണ്ട്. അവരെ കണ്ടതും സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ആരാ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നൊക്കെ ചോദിക്കുമ്പോൾ തനിക്ക് ഞങ്ങൾ ആരാന്ന് അറിയണമല്ലോടോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നതിൽ പ്രകാശ് മേനോൻ ഈ സിദ്ധാർത്ഥനെ പിടിച്ച് തള്ളണ സമയത്ത് സിദ്ധാർത്ഥനെ അങ്ങോട്ട് വേച്ചു പോകുന്നുണ്ട്. ആ സമയത്ത് പ്രകാശ് മേനോൻ കയ്യിലിരുന്ന ഒരു കമ്പ് വെച്ച് സിദ്ധാർത്ഥൻ്റെ തലയ്ക്ക് അടിച്ചതും സിദ്ധാർത്ഥനാണെങ്കിൽ അവിടെ കിടന്ന സോഫയിലേക്ക് മറിഞ്ഞു വീഴുന്നുണ്ട്. റൂമിലാകെ വിഷമിച്ചിരുന്ന പ്രഭാവതി താഴേന്ന് എന്തൊക്കെയോ ഒച്ച കേൾക്കണ പോലെ തോന്നിയിട്ട് ഇതെന്താ താഴേന്ന് ഭയങ്കര ഒച്ചയൊക്കെ കേൾക്കണേ, സിദ്ധു അവിടെ എന്താ ബഹളം കേൾക്കണേന്നൊക്കെ ചോദിച്ച് മേളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച ഈ ഗുണ്ടകൾ സിദ്ധാർത്ഥനിട്ട് അടിക്കണതാണ്. അങ്ങനെ പ്രഭാവതി നിങ്ങൾ എന്താ ചെയ്യണേന്ന് ചോദിച്ച് ഓടി വന്നതും ഗുണ്ടകളാണെങ്കിൽ ഇറങ്ങി ഓടുന്നുണ്ട്. അതേസമയം നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ തല പൊട്ടി ചോരയൊക്കെ ഒഴുകി ഇങ്ങനെ സോഫയിലേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ പ്രഭാവതി ഓടി ചെന്ന് സിദ്ധാർത്ഥനെ കുലുക്കി വിളിക്കുമ്പം സിദ്ധാർത്ഥനാണെങ്കിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. അത് കണ്ടതും നമ്മളുടെ പ്രഭാവതി ആണെങ്കിൽ ആകെ പേടിച്ച് സിദ്ധു സിദ്ധു എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.